ഇന്നിപ്പോ എന്റെ നോമ്പ് തുറ ഈ ഒരു ബോട്ടിൽ ജ്യൂസും കൊണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വർക്ക് ലോഡ് കൂടുതലുള്ളതുകൊണ്ട് ഓഫീസിൽ തന്നെയാണ്. വീട്ടിലേക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കാക പള്ളി പോയിട്ടാണ് കേട്ടോ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇക്കാക തിരിച്ച് ഓഫീസിലേക്ക് എത്തിയത്. ഗ്യാസിന്റെ ക്ഷാമം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഇവിടെയൊക്കെ ഹോട്ടൽസിനെയൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ സ്നാക്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകും വഴി നമ്മൾ ഒരു ബേക്കറി കയറിയതാണ് കേട്ടോ ചായ കുടിക്കാൻ. അവിടെ സ്നാക്സ് ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു കട്ട്ലേറ്റും ഒരു മിനി ഷവർമയും കൂടി വാങ്ങിച്ചു കേട്ടോ. ഷവർമ ഒരു ബൈറ്റ് എടുത്തതും എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമായില്ല. ഇക്കാക തന്ന പോലെ തന്നെ തിരിച്ച് ഞാൻ ഇക്കാകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് എന്തായാലും സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ കടയിൽ നിന്ന് അടിച്ച് ചായ കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. അങ്ങനെ ചായയും കുടിച്ച് നേരെ എന്റെ വീട്ടിലേക്കാണ് പോയത്. ഹംന ഇവിടെ എന്റെ ഉമ്മച്ചിയുടെ അടുത്തായിരുന്നു കേട്ടോ. അപ്പൊ അതേ ഉമ്മച്ചി ഞങ്ങൾ പോകാൻ നേരമായപ്പോഴേക്കും ഹംനാന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്. തിരിച്ച് വീട്ടിലെത്തിയതും ഞാൻ ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഹംനയുടെ വക കൊട്ടലും മുട്ടലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കാര്യമായിട്ട് ഉമ്മച്ചി വരുന്നുണ്ടോന്ന് ജനൽക്കേ കൂടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഡോറൊക്കെ തുറന്ന് അകത്ത് കയറിപ്പോ വാപ്പിച്ച് ഇവിടെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണി ഹയാസ് കഴിച്ചിട്ട് ബാലൻസ് ഞങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് പിള്ളേരും കൂടിയിട്ട് തക്കാളി നുറുക്കൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.